ഹലോ, നമുക്ക് ന്യൂ ഇയർ ആയിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നാലോ? അപ്പം അധികം പ്ലാൻസ് ഒന്നുമില്ല. നമ്മുടെ കഴിമ്പ്രം ബീച്ചിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോകണം. പിന്നെ ന്യൂ ഇയർ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊരു സ്പേസിൽ ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെയാട്ടോ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ചെയ്തത്. കഴിമ്പറത്ത് എത്തിയപ്പോൾ അവിടെ ഓൾറെഡി ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും തിരക്കായതുകൊണ്ട് ഒരു കുഞ്ഞേറായിട്ടുള്ള ഞാനും നിബിയും കൂടെ കയറി. കുട്ടികളുടെ റൈഡായിരുന്നു തോന്നുന്നല്ല, കുട്ടികളുടെ തന്നെയാണ്. ഞങ്ങൾ മാത്രമാണ് എന്നിട്ട് വലിയവരായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിന്നാൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയി അപ്പോൾ കഴിക്കണം. പക്ഷേ നമ്മൾ ഡിന്നർ ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് ചെറിയ ഈ പൊട്ടാറ്റോൻ്റെ സംഭവത്തിൽ ഒതുക്കി ഞാൻ. പിന്നെ തിരിച്ച് പോണ വഴി ഞാൻ ആ മാലയുടെയും വളയുടെ ഒക്കെ കടയിൽ കയറി. ഒന്നും മേടിക്കാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ കണ്ടാൽ കയറും. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. ചിക്കനിക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവസാനം ഫുഡ് വന്നപ്പോൾ കോട എൻ്റെ മേൽ മറിഞ്ഞു പോയി. ഞങ്ങളത് ക്ലീനാക്കി വന്നപ്പോഴേക്കും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. വീട്ടിലെത്തിയിട്ട് ടെറസിൽ ഞങ്ങൾ മാത്രമായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ കുറച്ച് ദൂരം വണ്ടി ഞാനാട്ടോ ഓടിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ മാറി മാറി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ന്യൂ ഇയർ ഞങ്ങളങ്ങനെ ആഘോഷിച്ചു. So wishing you all a happy new year. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂ ഇയർ വ്ളോഗ്. ബൈ.